ഹായ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് യൂസ് ചെയ്ത കോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമുക്കൊരു പ്രാക്ടീസ് കോണാക്കി മാറ്റിയാലോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ കോൺസൊക്കെ ഒന്ന് ഫ്രണ്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹെന കോൺസ്, നെയിൽ കോൺസ്, അതുപോലെ തന്നെ ഹെന പ്രൊഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഹൈലൈറ്റ്സിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡിസംബർ വരെയുള്ള ബ്രൈഡൽ ഹെന്ന ബുക്കിങ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക, സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് വയ്ക്കുക. ബ്രൈഡൽ ഹെന്നയ്ക്ക് ഇപ്പോൾ ഒരു ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. ഞാനിവിടെ എടുത്തേക്കുന്ന കോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് കോണും ബ്രൈഡൽ കോൺസും നോർമൽ കോൺസും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്ത് ബാക്കി വന്ന കോണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. അതായത് ഇപ്പോൾ ബ്രൈഡൽ വർക്കിൻ്റെ കോൺസ് ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തേക്കണായിരുന്നത്. അപ്പോൾ അതെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് പ്രാക്ടീസ് കോണായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യണതാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ പൊട്ടിച്ച് വെച്ച കോൺസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല കോൺസും പല കളറായിട്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 ടൈപ്പ് കോണും ഉണ്ടല്ലോ. അപ്പോൾ ചിലത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ വിട്ടുപോയതുണ്ട്, അതാണ് ഭയങ്കര ഡാർക്ക് കളറായിട്ടിരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രാക്ടീസ് കോണിന് ഞാൻ എപ്പോഴും കുറച്ച് വലിയ ടിപ്പാണ് യൂസ് ചെയ്യാറ്. നമ്മൾ നോർമലി യൂസ് ചെയ്യണ 0.38 0.32 ഒന്നും പ്രാക്ടീസ് കോണിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറില്ല. 0.5 തന്നെ യൂസ് ചെയ്യാറ്. കാരണം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത്ര ഇൻട്രിക്കേറ്റ് ഡിസൈനിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയേക്കണേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോൺസ് സോക്സ് വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണേയാണല്ലോ. അപ്പോൾ ലംസ് ഒന്നും കാണില്ല അതിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. എന്നിട്ട് നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കണം എന്തിനാണെന്നറിയാലോ, നമ്മൾ കോൺ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയും കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രാക്ടീസ് കോൺ ഫില്ല് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഞാനൊരു 3 കോൺസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ എടുത്തു വെച്ചായിരുന്നു. എന്നിട്ടെന്താ കൺസിസ്റ്റൻസി ഒക്കെ ചെക്ക് ചെയ്യാം. എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കണ്ട, കോൺ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.